ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ ബെൻ തോമസ് മീനടം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാൻ വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാൻ വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ കേൾവിക്കാർക്കും പ്രഭാതവന്ദനങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയെക്കുറിച്ച് ബൈബിളിൽ പുതിയ നിയമത്തിൽ യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കണ്ണാടിയിൽ മുഖം നോക്കുന്നതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് കണ്ണാടിയിൽ മുഖം നോക്കുന്നത് ചിലരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്? അല്ലെങ്കിൽ എപ്പോഴാണത് സൃഷ്ടിക്കപ്പെടുന്നത്? അത് ആ വ്യക്തി കണ്ണാടിയിൽ മുഖം നോക്കി കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ തൻ്റെ മുഖം എങ്ങനെയായിരുന്നു എന്ന് മറന്നു പോകുമ്പോഴാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ പിന്നൊരു ആശയക്കുഴപ്പം നമ്മളുടെ ഉള്ളിലുണ്ടാകും. ഞാൻ മുടി ശരിക്ക് ചീകിയായിരുന്നോ? എൻ്റെ മുഖത്തെ അഴുക്കെല്ലാം ഞാൻ മാറ്റിക്കളഞ്ഞായിരുന്നോ? ഞാൻ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും അഴുക്ക് എൻ്റെ മുഖത്തുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ. അതുകൊണ്ടാണ് ചില ആളുകൾ വിശിഷ്ടമായ വ്യക്തികളെയൊക്കെ കാണാൻ കയറുന്നതിന് മുമ്പ് കൈകൊണ്ട് മുടി ഒന്നുകൂടി ഒന്ന് ഒതുക്കി വെക്കുകയോ കൈകൊണ്ട് മുഖം ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി കണ്ണാടിയിൽ മുഖം നോക്കി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ തൻ്റെ മുഖം എങ്ങനെയായിരുന്നു എന്ന് മറന്നു പോയാൽ അത് ആ വ്യക്തിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കും. എന്തുകൊണ്ടാണ് യാക്കോബ് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കാര്യത്തെ ഒരു ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്? മറ്റൊരു വലിയ സത്യം നമ്മളോട് പറയുവാനായിട്ടാണ്. ദൈവവചനം കേട്ടിട്ട് അത് ജീവിതത്തിൽ അനുസരിക്കാത്ത, പ്രാവർത്തികമാക്കാത്ത ആളുകളെക്കുറിച്ച് പറയാനാണ് യാക്കോബ് ഈ ഉദാഹരണം ഉപയോഗിച്ചത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നു എന്നുടനെ മറന്നുപോകുന്നു. ഇവിടെ യാക്കോബ് തൻ്റെ വായനക്കാരെ ഉത്സാഹിപ്പിക്കുന്നത്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്താൽ പോരാ, അത് നിങ്ങൾ ജീവിതത്തിൽ അനുസരിക്കുന്നവരും ആയിരിക്കണം. അതിനനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരും ആയിരിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ആശയക്കുഴപ്പത്തെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. എന്താണ് ആ ആശയക്കുഴപ്പം? ആ ആശയക്കുഴപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. യാക്കോബ് ഈ ലേഖനം എഴുതുന്നത് സുവിശേഷം നിമിത്തം പീഡിപ്പിക്കപ്പെട്ട് സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ അനന്തരം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. അവരെ പ്രചോദിപ്പിച്ചുകൊണ്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അവരോട് ആദ്യം യാക്കോബ് പറയുന്നത് 2 മുതൽ താഴോട്ട് 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല. ഈ വിശ്വാസത്തിൻ്റെ പരിശോധന നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയുളവാക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തികഞ്ഞ ചില പ്രവർത്തികൾ, ചില പെർഫെക്റ്റ് റിസൾട്ടുകൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ സന്തോഷം എന്നെണ്ണണം. ഈ വിശ്വാസത്തിൻ്റെ പരിശോധനയിലും നിങ്ങൾ സന്തോഷിക്കണം. മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ കടന്നുപോയി
നിങ്ങൾ കൊള്ളാവുന്ന ആളുകളായി തികയും. ഒപ്പം ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ജീവകിരീടവും നിങ്ങൾ പ്രാപിക്കും എന്നെല്ലാം പറഞ്ഞ് യാക്കോബ് അവരെ ഉത്സാഹിപ്പിക്കുന്നു. എന്നിട്ട് യാക്കോബ് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 13 വാക്യം മുതൽ അവിടെ പരീക്ഷ എന്നൊരു വാക്ക് കാണുവാൻ കഴിയും. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം പരിശോധനയാണ്, വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ദൈവമക്കളാണ്, സുവിശേഷ നിമിത്തമാണ് നിങ്ങളിപ്പോൾ ചിതറിക്കപ്പെട്ടിരിക്കുന്നത്. അത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്, സ്ഥിരതയുളവാക്കും, സന്തോഷമെന്ന് എണ്ണണം, ജീവകിരീടം നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകളും കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ആ പരീക്ഷകൾ ദൈവത്താൽ അനുവദിക്കപ്പെടുന്നതല്ല. ലോകം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചില പരീക്ഷകൾ നിങ്ങളെ പാപം ചെയ്യിക്കുവാൻ, നിങ്ങളെ തെറ്റ് ചെയ്യിക്കുവാൻ, വിശ്വാസത്തിൽ നിന്ന്, ദൈവിക മാർഗങ്ങളിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിച്ച് കൊണ്ടുപോകുവാൻ ലോകം നിങ്ങളിൽ തരുന്ന, നിങ്ങളിൽ മോഹം ജനിപ്പിച്ച് നിങ്ങളിൽ തരുന്ന, നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുവാൻ തരുന്ന ചില പരീക്ഷകളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ പരീക്ഷകളാകാം. അത് നിങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിയണം. അതിനെ നിങ്ങൾ വിട്ടോടണം. വിശ്വാസത്തിൻ്റെ പരിശോധന ദൈവം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ അതിലൂടെ കടന്നു പോകാനാണ്. അത് ഏറ്റവും അധികമായി നിങ്ങൾ അതിലൂടെ കടന്നുപോയി സ്ഥിരതയുള്ളവരായി, ഫലമുള്ളവരായി നിങ്ങൾ പുറത്തു വരണം. എന്നാൽ ലോകം പരീക്ഷ നിങ്ങൾക്ക് അനുവദിക്കുമ്പോൾ ആ പരീക്ഷയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ആ പരീക്ഷയെ തിരിച്ചറിഞ്ഞ് അതിലകപ്പെടാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ 15 വാക്യം വരെ യാക്കോബ് പറയുകയാണ്. ഒരുപക്ഷെ ഇത്രയും വായിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ വായനക്കാർക്കൊരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാകാം. ആദ്യം യാക്കോബ് പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവം തന്നിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധനയാ, സന്തോഷമെന്ന് എണ്ണണം, അതിലൂടെ കടന്നു പോകണം, തികഞ്ഞ പ്രവൃത്തിയുള്ളവരായി മാറണം, ജീവകിരീടമൊക്കെ കിട്ടും. പക്ഷേ പിന്നെന്തിനാ യാക്കോബി ഉടനെ പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധന മാത്രമല്ല, ലോകം തരുന്ന, പാപം ചെയ്യുവാൻ ഞങ്ങളെ പ്രലോഭിപ്പിക്കുന്ന പരീക്ഷയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്ന് പറയുന്നത് എന്താ? ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും ഏതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന്? എങ്ങനെ ഞങ്ങൾ തിരിച്ചറിയും ഏതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷയെന്ന്? ഈ ഒരു ആശയക്കുഴപ്പം വായനക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നീട് യാക്കോബ് പറയുകയാണ്, ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആശയക്കുഴപ്പം ഉണ്ടായി വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന്, പരീക്ഷയും ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് എന്ന് വിചാരിച്ച് അതിലൂടെ കടന്നുപോയി വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതിനൊരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, വചനം കേട്ട് അനുസരിക്കുക. വചനം കേൾക്കുന്നവരായും അതിനെ ചെയ്യുന്നവരായിട്ടും ഇരുന്നാൽ തീർച്ചയായിട്ടും ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളിൽ ഏതൊക്കെയാണ് വിശ്വാസത്തിൻ്റെ പരിശോധന, ഏതൊക്കെയാണ് പാപം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പരീക്ഷകൾ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. എന്താ വചനം കേട്ട് അനുസരിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധിയോടെ ജീവിക്കുക എന്നാണ്. പാപം ചെയ്യാതെ ജീവിക്കുക എന്നാണ്. അതാണ് 21 വാക്യത്തിൽ പറയുന്നത്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഈ വാക്യം ഒരു പാക്കേജാണ്. നാം അഴുക്കും ദുഷ്ടതയും ആധിക്യവും എല്ലാം വിട്ട് വചനം കൈക്കൊള്ളണം. തിരിച്ചും ചിന്തിക്കാം, നാം വചനം കൈക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അഴുക്കും ദുഷ്ടതയും ആധിക്യവും, അതായത് നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പരീക്ഷയുടെ പല ഘടകങ്ങളായ അഴുക്കും ദുഷ്ടതയും ആധിക്യവും ഒക്കെ വിട്ട് മാറാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ, വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധനയാണോ പരീക്ഷയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഒരുപക്ഷെ രണ്ടിനെയും ആലിംഗനം ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ടിനെയും തള്ളിക്കളയുന്ന, ഇത് രണ്ടും പാടില്ല,
കാരണം വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ നമ്മൾ കടന്നു പോകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എത്രത്തോളം വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നാം ഉൾപ്പെട്ടവരായി തീരാമോ അത്രയും നല്ലതാണ്. കാരണം അത്രയും ആത്മീക ബലമുള്ളവരായി, പ്രയോജനമുള്ളവരായി, പൂർണ്ണ ഫലം കായ്ക്കുന്നവരായി, തികഞ്ഞ പ്രവൃത്തിയുള്ളവരായി നാം പുറത്തു വരും. എന്നാൽ പരീക്ഷയിൽ നാം അകപ്പെടാനേ പാടില്ല. അതിൽ നിന്ന് നാം പുറത്തു നിൽക്കണം. എന്നാൽ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പരിശോധന ഏതാ, പരീക്ഷ ഏതാ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ, അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നെങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം വചനം കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. അങ്ങനെ വചനം കേട്ട് അനുസരിച്ച് വിശുദ്ധിയോടെ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിലും ഏതൊക്കെയാണ് വിശ്വാസത്തിൻ്റെ പരിശോധന, ഏതൊക്കെയാണ് പരീക്ഷ എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. അങ്ങനെ ആ വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ കടന്നു പോകാനും പരീക്ഷയിൽ അകപ്പെടാതെ ഒഴിഞ്ഞു നിന്ന് വിശുദ്ധിയോടെ ജീവിച്ച് നിർമ്മലതയോടെ യേശു കർത്താവിൻ്റെ വരവിനു വേണ്ടി നിൽക്കുവാൻ കഴിയും. ഇനി അങ്ങനെ ഒരു വ്യക്തി വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് പ്രയാസം? ആ പ്രയാസം ഈ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട് ഒരുപക്ഷെ അവർ കോപമുള്ളവരായി, അതായത് ഈ ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറാകുന്നില്ല എങ്കിൽ കേൾപ്പാൻ താമസവും പറയുവാൻ വേഗതയുമുള്ളവരായി തീർന്ന് അതവരുടെ ജീവിതത്തിൽ കോപമായി മാറി ആ കോപം ദൈവത്തിൻ്റെ നീതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അവരിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവരെ ഒഴിച്ചു നിർത്തും. അർത്ഥാൽ ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെടാൻ സാധിക്കാത്ത, ദൈവഹിതം ജീവിതത്തിൽ നിറവേറപ്പെടാത്ത ഒരു ജീവിതമായിട്ട് മുൻപോട്ട് പോകും. എന്നാൽ അതിന് കേൾവിക്കാർക്കിട വരാതിരിക്കട്ടെ. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതനുസരിക്കുക, പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് ജീവിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധനയാണോ പരീക്ഷയാണോ എന്നുള്ള ആ വലിയ ആശയക്കുഴപ്പം മാറി വിശ്വാസത്തിൻ്റെ പരിശോധന വരുമ്പോൾ സന്തോഷത്തോടെ അതിലൂടെ കടന്നു പോകാനും, പരീക്ഷയെ വരുമ്പോൾ അതിലകപ്പെടാതെ ഒഴിഞ്ഞു നിന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും കഴിയും. അതിന് എല്ലാ കേൾവിക്കാർക്കും ഇടയാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.